ഉച്ചയിറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതാണ്ട് നമ്മുടെ ഒരു വലിയ പെട്ടി അൺബോക്സ് ചെയ്യാൻ വന്ന് ഇരിപ്പുണ്ടായിരുന്നേ. അൺബോക്സിംഗ് എന്ന് പറയുന്നത് പണ്ടേ എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഉറക്കമൊന്നും ഞാൻ നോക്കിയില്ല. അറഞ്ചും പുറഞ്ചും ഇതാണ്ട് വെട്ടി കീറുന്നുണ്ടേ. സംഭവം ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. റേറ്റ് തീരെ കുറവൊന്നുമല്ല, അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഷെൽഫ് വേണമായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് നില പോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ്സ് ഒക്കെ നോക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിത് ഓർഡർ ചെയ്തത്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു കേട്ടോ, നല്ല കട്ടിയൊക്കെയുള്ള മെറ്റീരിയലാണ്. ആൻഡ് ഇതിനൊരു പ്രശ്നം, ഇതൊന്ന് സെറ്റ് ചെയ്ത് ഒരു ഷെൽഫാക്കി എടുക്കണമെങ്കിൽ എൻ്റെ അമ്മ നല്ല പാടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ തന്നെ വേണ്ടി വന്നു ഈ ഒരു സംഭവം ശരിയായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. ആൻഡ് എന്നെ കൊണ്ട് തന്നെ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഹെൽപ്പറെയൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തത്. കാരണം ഞാൻ മാക്സിമം നോക്കിയിട്ടും പിന്നെ ഇത് അഴിക്കേണ്ടിയൊക്കെ വന്നു. ആൻഡ് പിന്നെ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ തൽക്കാലം ഒന്ന് മാറി, ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന്. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതാണ്ട് സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദിസ് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു എന്താ പറയുക, ഡോറൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല പോലെ തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മൾ പണ്ടൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു യെല്ലോ ഓറഞ്ച് ഇങ്ങനെ വരുന്ന ഷെൽഫായിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പം ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.